കനത്ത മഴയെ തുടർന്ന് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുണ്ടായ പ്രതിസന്ധിയിൽ ക്ഷമ ചോദിച്ച് വിമാനത്താവള സിഇഒയും എമിറേറ്റ് എയർലൈൻസ് സിഇഒയും. എമിറേറ്റ്സ് എയർലൈൻസിന്റെ 400ഓളം വിമാന സർവീസുകളാണ് മുടങ്ങിയത്. മഴയെ തുടർന്നുള്ള ആദ്യ 2 ദിവസങ്ങളിൽ 1244 വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. വിമാന സർവീസുകളെല്ലാം പുനഃസ്ഥാപിച്ചതായി എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് അധികൃതർ അറിയിച്ചു. യുഎഇയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴയെ തുടർന്ന് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിത്തിന്റെ തുറന്ന കത്ത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതിഥികളുടെ ക്ഷേമത്തിനും വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കാനും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് യാത്രക്കാർക്ക് അദ്ദേഹം ഉറപ്പു നൽകി. കനത്ത മഴയെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താളം തെറ്റുകയും എയർ ഇന്ത്യയുടേതടക്കം വിമാനങ്ങൾ മുടങ്ങുകയും ചെയ്തിരുന്നു. യാത്രക്കാർ അനുഭവിച്ച ബുദ്ധിമുട്ടിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നതായി എമിറേറ്റ്സ് സിഇഒ ടിം ക്ലർക്കും അറിയിച്ചു. കനത്ത മഴയിൽ എമിറേറ്റ്സ് എയർലൈൻസ് 400ഓളം വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിമാനയാത്ര മുടങ്ങിയത് കാരണം ബുദ്ധിമുട്ടിലായവർക്കായി 12,000 ഹോട്ടൽ മുറികൾ എടുത്ത് നൽകിയെന്നും 2.5 ലക്ഷത്തോളം ഭക്ഷണ കൂപ്പണുകൾ വിതരണം ചെയ്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. സഹായം എത്തിക്കാൻ 100ഓളം എയർലൈൻസ് ജീവനക്കാരെ സജ്ജമാക്കിയിരുന്നതായും സിഇഒ അറിയിച്ചു. അതേസമയം വിമാന സർവീസുകളെല്ലാം പുനഃസ്ഥാപിച്ചതായി എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ ദുബായിലേക്കുള്ള വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ തുടരും. ജനം, ദുബായ്.